ഇടമലയാർ ആനവേട്ട കസ്റ്റഡി മർദ്ദന കേസിൽ IFS ദമ്പതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതിയുടെ അനുമതി. IFS ഉദ്യോഗസ്ഥരായ ടി ഉമ, ഭർത്താവ് ആർ കമലഹാർ, വിജയാനന്ദ് ഉൾപ്പെടെ 8 പേരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയത്. മർദ്ദനത്തിനിരയായ അജി ബ്രൈറ്റിന്റെ പരാതിയിലാണ് നടപടി. അന്വേഷണം റദ്ദാക്കാൻ IFS ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും നിരാകരിച്ചിരുന്നു. VS അനു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. അനു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയൊക്കെ മനുഷ്യാവകാശ കമ്മീഷന്റെയും കോടതിയുടെയൊക്കെ ശ്രദ്ധയിലേക്ക് നേരത്തെ തന്നെ എത്തിയതായിരുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നു കോടതി. വിവരങ്ങൾ എങ്ങനെയാണ്? കേരളം കണ്ട ഏറ്റവും വലിയ ആനവേട്ട കേസാണ് ഇടമലയാർ ആനവേട്ട കേസ്. അന്ന് ഈ അജി ബ്രൈറ്റ് എന്ന് പറയുന്നത് ഈ ശില്പിയാണ്, അതായത് ആനക്കൊമ്പുകളിൽ നിന്ന് ശില്പങ്ങൾ ഉണ്ടാക്കുന്നയാളാണ്. അങ്ങനെയാണ് ഈ ഇടമലയാർ കേസിൽ 26ാം പ്രതിയായി അജി ബ്രൈറ്റ് വരുന്നത്. പക്ഷെ അന്ന് അജി ബ്രൈറ്റ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ അജി ബ്രൈറ്റിനെ വനം വകുപ്പ് ആസ്ഥാനത്ത് വെച്ച് അതിക്രൂരമായിട്ടാണ് അന്നത്തെ കോതമംഗലം DFO ആയിരുന്ന ടി ഉമയും ഭർത്താവ്, അധികാര പരിധിയിൽ ഇല്ലായിരുന്ന ഉമയുടെ ഭർത്താവ് ടി ആർ കമലാഹറും കൂടെ അതിക്രൂരമായി മർദ്ദിച്ചത്. കമലാഹർ മാത്രമല്ല, IFS ഉദ്യോഗസ്ഥനായ വിജയാനന്ദ്, അതുകൂടാതെ തന്നെ TM മാത്യൂസ്, അതുകൂടാതെ ജ്യോതിഷ്, അനന്തകൃഷ്ണൻ, അരുൺ, ശ്രീജിത്ത്, ഇങ്ങനെ 8 പേരാണ് ഏകദേശം 48 മണിക്കൂർ അജി ബ്രൈറ്റിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. പിന്നീട് കോതമംഗലം കോടതിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മൂവാറ്റുപുഴ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇയാൾ മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് മാത്രമാണ് പോകുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ അവിടുത്തെ ഡോക്ടർമാരാണ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് എഴുതുകയും കേസ് എടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തത്. അങ്ങനെയാണ് കേസ് എടുത്തത്. പക്ഷെ പിന്നീട് സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ പ്രോസിക്യൂഷൻ ഒരിക്കൽ പോലും അനുമതി നൽകിയിരുന്നില്ല. പിന്നെ അജി ബ്രൈറ്റ് കോടതിയെ സമീപിച്ചു. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട IFS ദമ്പതികളായിട്ടുള്ള ടി ഉമയും കമലാഹറും ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ അതിക്രൂരമായ മർദ്ദനമാണ് നടന്നതെന്നും ഈ കേസ് റദ്ദാക്കാൻ കഴിയില്ല എന്നും ഹൈക്കോടതി അന്ന് നിലപാടെടുത്തു. പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയും 2022 ഈ ഉദ്യോഗസ്ഥരെ, ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി മൊഴിയൊക്കെ എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ വളരെ രഹസ്യമായി മൊഴിയെടുത്തു. നമ്മൾ മാധ്യമപ്രവർത്തകർ ഈ മൊഴിയെടുക്കുന്നത് എവിടെ വെച്ചാണെന്നൊക്കെ അന്വേഷിച്ച് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ വിളിച്ചെങ്കിൽ അവർ സ്ഥലമൊന്നും പറഞ്ഞിരുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു മൊഴിയെടുപ്പൊക്കെ നടന്നത്. പക്ഷെ ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ തിരുവനന്തപുരം CJM കോടതി 8 ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. ഒരു വലിയ നീതി അല്ലെങ്കിൽ നീതിയുടെ വെളിച്ചം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക.